ഹായ് ഹലോ. അപ്പം ഞങ്ങളിതേ മെറൈൻ വേൾഡിൽ എത്തിയിട്ടുണ്ട്. മെറൈൻ വേൾഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോ മുഴുവനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിയ വീഡിയോ ആണ്, എല്ലാവരും ദയവ് ചെയ്ത് മുഴുവനായിട്ട് ഒന്നിരുന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഇതേ ഞങ്ങൾ എൻട്രൻസിലൂടെ എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ കുട്ടികൾക്കുള്ള പാർക്കാട്ടോ ഉള്ളത്. പക്ഷേ മഴയായതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും കളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഇച്ചിരി കൂടുതലല്ലേ എന്ന് തോന്നിയായിരുന്നു. കാരണം ടിക്കറ്റിൻ്റെ ചാർജ് ഇടുന്നത് അഡൽട്ടിന് 400ഉം കുട്ടികൾക്ക് 280ഉം അതുപോലെ തന്നെ സീനിയർ സിറ്റിസന് 350 ആട്ടോ ചാർജ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൽ എൻട്രി ആയി, ഉള്ളിലേക്ക് കയറി. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കളർഫുള്ളായിട്ടുള്ള കുട്ടി ഫിഷസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ എക്വേറിയത്തിൻ്റെ ലൈറ്റിൽ മാത്രമായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ ട്രക്കിലും കാറിലൊക്കെ ആയിട്ട് എക്വേറിയം സെറ്റപ്പ് എല്ലാം ആക്കി, അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് എന്താ പറയുക, ഓരോന്നും പലതരം വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് ഓരോന്നിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലുള്ള ഫിഷ് കേട്ടോ. നമ്മൾ കഴിച്ചൽ എന്നൊക്കെ പറഞ്ഞ ഫിഷിനൊക്കെ ഇതുപോലെ അവർ എക്വേറിയത്തിലിട്ട് വെച്ച് കണ്ടപ്പോൾ ഒരു അതിശയം തന്നെ തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ വലിയ ഫിഷസ് വേറെ, അതായത് കാണാൻ ഭംഗിയുള്ളത്, പിന്നെ ക്യൂട്ടായിട്ടുള്ളത്, കളർഫുള്ളായിട്ടുള്ളത്, എന്താ പറയുക, ഓരോന്നിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തൂടെ ഗ്ലാസ് ഒരു സെറ്റപ്പിലൂടെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലാണെങ്കിൽ മുഴുവനായിട്ട് വലിയ ഫിഷ് ആട്ടോ. ഏകദേശം ഞങ്ങളുടെ സൈസ് ഉണ്ട് ഓരോ ഫിഷിനും. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എൻ്റർ ആവുന്നത് ഇതുപോലത്തെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഞങ്ങൾക്ക് ഫിഷ് സ്പാ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പാണുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ചിരുന്നിട്ട് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാട്ടോ ചെയ്തിട്ടുള്ളത്. ഫിഷ് സ്പാ എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള കാര്യമല്ല, കാരണം കാലിലിങ്ങനെ മീൻ വന്നിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. ഞാൻ അധിക സമയമൊന്നും ഇരുന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് കാല് വെള്ളത്തിലിട്ടിങ്ങി ഇറങ്ങിയെന്നുള്ളൂ. ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് അതങ്ങ് എൻജോയ് ചെയ്തു. പിന്നെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ചുറ്റും ഇങ്ങനെ മീനുകൾ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മളിനി എക്സിറ്റ് ആവാൻ പോവാണെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് പിന്നീട് വന്നൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്പേസ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ലൈറ്റും കാര്യങ്ങളായിട്ട് അടിപൊളി ഒരു സ്ഥലം തന്നെയായിരുന്നു ആ ഒരു സെക്ഷൻ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പിന്നീട് പോകുന്നത് വേറൊരു സെക്ഷനിലേക്കാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പ് ആട്ടോ. നല്ലൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ആക്കിയിട്ട് നല്ല വെള്ളം പോകുന്നതും നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് കിട്ടുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്നും പിന്നെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുട്ടി സിലിണ്ടർ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ചെറിയ ഫിഷസ്. അപ്പോൾ അതിനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോന്നിൻ്റെ ഞാൻ പറഞ്ഞില്ല പേരും കാര്യങ്ങളൊക്കെ അവിടെ ഓരോന്നിൻ്റെ അടുത്തായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഓർത്ത് വെക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിഷാട്ടോ. അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കല്ലായിട്ട് തോന്നും, പക്ഷെ അതൊരു ഫിഷാണെന്ന് പിന്നീടാണ് മനസ്സിലായത് സൂക്ഷിച്ച് നോക്കിയപ്പോഴും. അങ്ങനെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു എൻട്രി ആയി. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഇതേ പോവുകയാണ്. ഇവിടെ എത്തി പിന്നെ വലിയ ഫിഷസ് ആയി. ഒരേ സ്ഥലത്ത് തന്നെ പലതരം ഫിഷസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല, കാണാനായിട്ട് നല്ല കളർഫുള്ളായിട്ട്. ഇതേ ഒരാൾ സ്ലൈഡൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഗ്രേയും ഒരു യെല്ലോ കളറായിട്ടുള്ള ഫിഷ്, അതിനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ടായിട്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെയല്ല നേരിട്ടിട്ട്, അതിലും എത്രയോ മടങ്ങ് ഭംഗിയാട്ടോ നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഫിഷിനെ കണ്ടു, എനിക്കിത് കണ്ടപ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീൽ ആവില്ലേ, എനിക്ക് ആ ഒരു അത്ര ദഹിച്ചിട്ടില്ല സത്യം നമ്മൾ ഇതിനെ കണ്ടിട്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വലിയൊരു ഷാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ മടുക്കില്ല കേട്ടോ ഈ ഒരു പ്ലേസ്. പിന്നെ ഇത്രയും കണ്ടപ്പോൾ തന്നെ ആ ഒരു 400ന് ഇത് വേർത്താണെന്ന് തോന്നി കേട്ടോ. കാരണം ആദ്യം ഞാൻ പറഞ്ഞു ആ ഒരു എമൗണ്ടിന് വേർത്താണോ എന്നുള്ളൊരു ഡൗട്ട്. പക്ഷേ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി ഏകദേശം ഒരു 3/4 മണിക്കൂറോളം തന്നെ അതിന് മുകളിലുണ്ട് നമുക്കിത് ഫുള്ള് കണ്ട് തീർന്ന് ഈ ഒരു സെക്ഷനിൽ മാത്രം ഇറങ്ങാനായിട്ട്. അപ്പം ഈ ഒരു ഫിഷിനൊക്കെ നോക്കി നല്ല ഭംഗിയിലെ കാണാനായിട്ട് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം. കാരണം പല സംഭവങ്ങളൊക്കെ ഇത് കാണുമ്പോഴേ ചെറിയ മക്കളൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇതിന് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം അത്രയും നീറ്റാണ്, ക്ലീനാണ് പ്ലേസ്. പിന്നെ നമുക്കൊരു ഫിഷിൻ്റെ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, പക്ഷേ ഇത് അങ്ങനെയുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ നീറ്റ് ആൻഡ് ടൈഡി ആണ്. നമ്മൾ പിരാന ഫിഷാട്ടോ ഇത്. ഞാൻ നേരിട്ടിട്ട് ഇതിനൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഇതേ ഒരു വലിയ മുഷൂനൊക്കെ കണ്ടപ്പോൾ അതിങ്ങ് തുള്ളില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് അതിൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ നിന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്രയും നീറ്റാണ്, ക്ലീനാണ് സ്ഥലങ്ങളൊക്കെ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ്സിലൂടെ നമുക്കിങ്ങനെ വലിയ ഫിഷാട്ടോ, ചെറുതൊന്നല്ല, ഏകദേശം എൻ്റെയൊക്കെ സൈസ് തന്നെയാണ് ഓരോ ഫിഷിനും വരുന്നത്. അപ്പോൾ അതിനെയും കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്ന് വിചാരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ 400ന് വേർത്തായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇവർ ചെയ്ത ഇൻറ്റീരിയർ വർക്ക് എടുത്ത് പറയേണ്ടത് തന്നെ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത് ഇനി
ഫീഡിങ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതേ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ബാക്കി എല്ലാവരും ഇത് ഫിഷ് സ്പാ ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട്. പക്ഷേ എനിക്കെന്തോ ഇതിനൊരു പേടിയായിരുന്നു. നമ്മൾ കാർപ്പ് ഫിഷ് ഇല്ലേ, അതല്ലേ ഇത്, അതിൻ്റെ വലുതിനെ കണ്ടപ്പോഴും കൈയൊക്കെ ഇട്ട് പോകാൻ എനിക്കെന്തോ ഒരു പോലെ തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സെക്ഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെറൈൻ വേൾഡിലെ മൊത്തത്തിലൊരു വിശേഷം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളത് ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത സ്പോട്ട് വരുന്നത് ഗുരുവായൂരിലേക്കാണോ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ.